ഹലോ, സംസാരിച്ചോളൂ. ഞാൻ വൈഫിനാണ്. എൻ്റെ പേര് നിയാസ് എന്നാണ്. ഓക്കെ, പറഞ്ഞോളൂ. വൈഫ് റെജീന. ഒരു 10 വർഷത്തിലധികമായി പാർക്കിൻസൺസ് തുടങ്ങിയിട്ട്. വല്ല സാധ്യതയുണ്ടോ മോഡേൺ മെഡിസിൻ? ഇപ്പോ സിൻഡോപ്പ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സാധ്യതയുണ്ടോ? എത്ര വയസ്സുള്ള ആളാണ് ഇവര്? ഒരു 34 വയസ്സ്. മിക്കവാറും ഇത് യങ് ഓൺസെറ്റ് പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറി വരുന്ന അസുഖമായിരിക്കും. അപ്പോൾ ഈ മരുന്നുകൾ എത്ര കാലം കഴിക്കുന്നു ഇപ്പോൾ? 10 വർഷത്തോളായിട്ട് അലോപ്പതി മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മരുന്ന് കഴിക്കുമ്പോൾ ഈ സിൻഡോപ്പ മരുന്ന് കഴിക്കുന്ന സമയത്ത് എത്ര സമയം അവർക്ക് അതിന്റെ ഗുണം കിട്ടുന്നുണ്ട്? ഇപ്പോ 1 മണിക്കൂർ 2 മണിക്കൂറിന്റെ ഉള്ളിലുള്ള. ഒരു ദിവസം ഒരു 4-5 ഗുളികകൾ കൂടുതൽ കഴിക്കുന്നുണ്ടാവും അല്ലേ? അപ്പൊ 4 ഗുളിക കഴിക്കുന്നുണ്ട് ദിവസം. മൊത്തം ടോട്ടൽ ഒരു 12 ഗുളികയോളം കഴിക്കുന്നുണ്ട്. സിൻഡോപ്പ 3 തവണ ആയിട്ട് കഴിക്കുന്നുണ്ട്. അതിൽ കൂടെ 50 ഗുളികകളും കഴിക്കുന്നുണ്ട്. ശരി. ഇവർക്ക് ഈ യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സയാണ് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർജറി. എങ്ങനെ? ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർജിക്കൽ ചികിത്സയുണ്ട് ഇവർക്ക്. എന്തോ ചിപ്പ് വെക്കുന്ന ചികിത്സ? അതിനെപ്പറ്റി ഞാൻ പറയാം. നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കൂടുതൽ വിശദമായിട്ട് നമുക്ക് ഞാൻ പറയാം. നമുക്ക് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷന് പറ്റിയ ഒരു പേഷ്യൻ്റായിട്ട് തോന്നുന്നു നിങ്ങൾ പറയുന്നത് കേട്ടിട്ട്. സാധാരണഗതിയിൽ നമ്മൾ മരുന്നിൻ്റെ ഇഫക്റ്റ് കുറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചികിത്സ. അപ്പോൾ അത് തലച്ചോറിനുള്ളിൽ 2 ഇലക്ട്രോഡുകൾ സ്ഥാപിച്ച് അത് ഒരു ബാറ്ററി വഴി കണക്ട് ചെയ്ത് ബ്രെയിനിലേക്ക് ചെറിയ അളവിൽ കറണ്ട് കടത്തിവിട്ട് ചികിത്സിക്കുന്ന രീതിയാണ്. അത് പലപ്പോഴും അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ ചികിത്സ ചെയ്യുന്നതിനെ പറ്റി നമുക്ക് ആലോചിക്കാവുന്നതാണ്. കേരളത്തിൽ എവിടെയൊക്കെയാണ് അതിനുള്ള സംവിധാനങ്ങളുള്ളത്? കേരളത്തിൽ കമ്പാരിറ്റീവ്ലി ഒരു പുതിയ ചികിത്സാ രീതിയാണിത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, തിരുവനന്തപുരത്ത്. അതിനുശേഷം വലിയ പ്രൈവറ്റ് ആശുപത്രികളിലേക്കും ഈ ചികിത്സാ രീതി വന്നിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോട്ട് നമ്മളിവിടെ ആശുപത്രി ചെയ്യുന്നുണ്ട്. നിംസ് ആശുപത്രി ചെയ്യുന്നുണ്ട്. പറഞ്ഞിരുന്നു, പക്ഷേ എക്സ്പെൻസീവ് ആണ്. പിന്നെ അവർ പറഞ്ഞത് കണ്ടീഷൻ, പേഷ്യന്റെ കണ്ടീഷൻ ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അത് ഞാൻ ഈ പറയുന്നതെല്ലാം നിങ്ങൾ പറയുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ പേഷ്യന്റിനെ വിശദമായിട്ട് പരിശോധിച്ചതിന് ശേഷം അതിനൊരു കൃത്യമായൊരു അസസ്മെന്റ് ഉണ്ട്, പ്രോട്ടോകോൾ ഉണ്ട്. അത് പ്രകാരമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പേഷ്യന്റിനെ കണ്ട് പേഷ്യന്റ് ക്ലിനിക്കലി അസസ് ചെയ്ത് അവരുടെ രോഗലക്ഷണങ്ങളുടെ ഒരു തീവ്രത അളക്കണം. പിന്നെ ഇവരിത് പറ്റിയൊരു കാൻഡിഡേറ്റ് ആണോ എന്നുള്ള കാര്യം നമുക്ക് നോക്കണം. അങ്ങനെ ഒരു ക്ലിനിക്കൽ അസസ്മെന്റിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഡോക്ടർ, നമ്മൾ മറ്റൊരു കോളറിലേക്ക് പോകുകയാണ്. മുരളിയാണ്, തൊടുപുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. മുരളി, സംസാരിക്കാം. കേൾക്കാമോ മുരളി? കേൾക്കാം. ഓക്കെ, സംസാരിച്ചോളൂ. എന്താണ് സംശയം എന്നുള്ളത് ചോദിക്കാം. ഡോക്ടർ, എനിക്ക് ഒരു 10-15 പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ അയാളെ മരവിപ്പും വിഷമമുണ്ട്. അത് പാർക്കിൻസണിനോട് എന്തെങ്കിലും ബന്ധം കണക്ഷൻ ഉണ്ടോ എന്നറിയാനായിരുന്നു. ഡയറക്റ്റ് ബന്ധമില്ല. അത് വേറൊരു പെരിഫറൽ ന്യൂറോപ്പതി എന്നൊരു അസുഖമുണ്ട്. പറഞ്ഞോളൂ. അതും ഈ പാർക്കിൻസണിനോട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? നേരിട്ടൊരു ബന്ധം ഇല്ല. രണ്ട് അസുഖങ്ങളാണ്. ഇത് മാറ്റിയെടുക്കാവുന്ന ഒരു അസുഖമാണോ ഈ പെരിഫറൽ ന്യൂറോപ്പതി? അത് പെരിഫറൽ ന്യൂറോപ്പതിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. അത് നിങ്ങളുടെ പെരിഫറൽ ന്യൂറോപ്പതിക്ക് എന്താണ് കാരണമെന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. എന്നിട്ട് ആ അസുഖത്തെ ചികിത്സിക്കുന്നതിൻ്റെ ഭാഗത്തിൽ ഈ പെരിഫറൽ ന്യൂറോപ്പതിയുടെ രോഗലക്ഷണങ്ങൾ നമ്മൾ ചികിത്സിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ മാറ്റം ഉണ്ടാവും. അപ്പോൾ എന്താണ് ഇതിന് കാരണം എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഡയബറ്റീസ് ഉള്ള ആളാണോ? പ്രമേഹമുള്ള ആളാണോ? ഡയബറ്റിക് ഇല്ല. അപ്പോൾ നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും ഏറ്റവും കൂടുതൽ. അപ്പോൾ നമുക്ക് നിങ്ങളെ കണ്ട് പരിശോധിച്ച് അതിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടി വരും. മുരളി ചോദിച്ചതുപോലുള്ള സംശയങ്ങൾ പലർക്കും ഉണ്ടാകും. ഇപ്പം യങ് ഏജിലാണെങ്കിൽ പലർക്കും ഈ പരീക്ഷാകാലത്തൊക്കെ ഒരു വിറയലൊക്കെ ഉണ്ടാകാറുണ്ട്, കുട്ടികളിലടക്കം. അപ്പം അതൊക്കെ പാർക്കിൻസൺസ് രോഗത്തിന്റെ ലക്ഷണമാണോ എന്നുള്ള ഡൗട്ട്സ് ഒക്കെ പലർക്കും ഉണ്ടാകാറുണ്ട്. എല്ലാവരെയും അങ്ങനെ പാർക്കിൻസൺസ് രോഗമായിട്ട് ബന്ധപ്പെടുത്താൻ സാധിക്കും? ഇല്ല, അതാ ഞാൻ പറയുന്നത്. നമുക്ക് ഈ വിറ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം പാർക്കിൻസൺസ് ആവുന്നില്ല. വിറയ്ക്ക് കാരണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒന്നും വേണ്ട, ഇപ്പോൾ എൻ്റെ കൈ കുറച്ച് വിറയ്ക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റേജിൽ ഇരിക്കുന്നത് കൊണ്ടല്ല എൻ്റെ കൈക്ക് വിറയുണ്ട്. അതൊരു ആങ്സൈറ്റി കൊണ്ടുള്ള വിറയലാണ്.
അതുപോലെ തന്നെ തൈറോയിഡ് അസുഖങ്ങളുള്ള ആൾക്കാർക്ക് വിറയൽ വരാം. പിന്നെ പാരമ്പര്യമായിട്ട് കാണുന്ന എസെൻഷ്യൽ ട്രമർ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. പിന്നെ മദ്യപാനശീലമുള്ള ആൾക്കാർക്ക് വിഡ്രോവൽ കൊണ്ട് വിറയൽ വരാം. അപ്പം വിറയലിന് ഇഷ്ടംപോലെ കാരണങ്ങളുണ്ട്. അപ്പോൾ ഇത് പാർക്കിൻസൺസ് ആവുന്നതിനൊരു പ്രത്യേക സെറ്റ് ഓഫ് ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പേഷ്യൻറ്റിനെ ക്ലിനിക്കലി ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് പാർക്കിൻസൺസ് രോഗമാണ് എന്ന് നമുക്ക് സ്ഥാപിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വിറയലുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം അത് പാർക്കിൻസൺസ് രോഗം ആവുന്നില്ല.